ശാരികേച്ചി കുറച്ചു ദിവസമായി മോളെ കാണാനില്ല. മോളെ കാണാനില്ലെന്നോ? അതെ, കുഞ്ഞേച്ചിയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചതാണല്ലോ. എന്നിട്ടിപ്പ എന്തായി? വളർത്തുമില്ല, നോട്ടുമില്ല. മുത്തശ്ശിയുടെ ചക്കര മോളെ. അതെ, എന്റെ കാര്യം കൂടെ പറ. മുത്തശ്ശന്റെ ചക്കരക്കുട്ടി, മോൾക്ക് വിശക്കുന്നുണ്ടോ? കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പാലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്ത് വേണം കുഞ്ഞു മോൾക്ക്? മോളെ. ഹലോ, അതെ, കൃഷ്ണമൂർത്തിയാണ്. ആണോ? അതെ, സുബ്രഹ്മണ്യ തിരുമുൽപ്പാട് പറഞ്ഞത് കറക്റ്റായി. മോള് നമുക്ക് ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നു. എന്താ മൂർത്തി? കപ്പലില് ചരക്ക് എത്തി നശിച്ചതിന്റെ ഇൻഷുറൻസ് തുക അനുവദിച്ചിരിക്കുന്നു. 5 കോടി രൂപ. 5 കോടി രൂപയോ? അതെ അരുണ, എല്ലാം വന്നു കയറി നമ്മളുടെ മോളുടെ ഭാഗ്യം. മോളെ ബാബ അച്ഛനെടുക്കട്ടെ. അതെ, എല്ലാം ഇവളുടെ ഭാഗ്യം. ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ വല്യേച്ചിക്ക് അറിയാലോ അവിടുത്തെ തിരക്ക്. വല്യേച്ചിയും കൂടി ഇവിടെ ആയപ്പോ കടയിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ഒരു ബഹളാ. അപ്പോ ശാന്തേച്ചി വരാറില്ലേ? ആ, അത് വരുന്നതും വരാതിരിക്കുന്നതൊക്കെ കണക്കാ. കൃത്യമായി ജോലിക്ക് വന്നാലല്ലേ എന്തൊക്കെയാ ദിവസം ചെയ്യേണ്ടെന്നൊരു ധാരണ ഉണ്ടാവൂ. വല്ലപ്പോഴും കയറി വന്നാൽ അതൊന്നും നടക്കില്ലല്ലോ. ആ, പിന്നെ വല്യേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണമൊക്കെ കുറഞ്ഞു വരുന്നില്ലേ? ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ എന്റെ മോളെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ശാലിനിയോട് ഞാൻ പറഞ്ഞു, കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞായിരുന്നു. അത് ശരി. അപ്പൊ കാര്യങ്ങളൊന്നും ഈ പാവത്തിനെ അറിയിച്ചിട്ടില്ല. കുഞ്ഞേച്ചി വല്യേച്ചിയും പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുക. ഇത് കലക്കണം. എന്താ നീ ആലോചിക്കുന്നത്? അത് വല്യേച്ചിയുടെ അവസ്ഥ പോലെ വേറൊരാൾക്കും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ വല്യേച്ചി, നിങ്ങൾ ഇത്രയും മണ്ടിയായി പോയല്ലോ. നീ എന്താ ശ്യാമ അങ്ങനെ പറഞ്ഞ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ശാരികേച്ചി കുറച്ചു ദിവസമായി മോളെ കാണാനില്ല. മോളെ കാണാനില്ലെന്നോ? അതെ, കുഞ്ഞേച്ചിയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചതാണല്ലോ. എന്നിട്ടിപ്പ എന്തായി? വളർത്തുമില്ല, നോട്ടുമില്ല. മോളെ വീട്ടിനുള്ളിൽ നിന്ന് ആരൊക്കെയോ ചേർന്ന് എടുത്തോണ്ട് പോവുകയും ചെയ്തു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീ കള്ളം പറയുക. അയ്യോ അല്ല വല്യേച്ചി, സത്യം ഇത്. ദേ, കുഞ്ഞേച്ചിയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. എടി, നീ എന്തൊക്കെയാ ശ്യാമ ഈ പറയുന്നേ? എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് നീ പറയുന്നേ? വല്യേച്ചി, കുഞ്ഞിനെ കാണാനില്ല. ആരാ കൊണ്ടുപോയെന്ന് അറിയാനും പാടില്ല. അപ്പോ മോളെ കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞതോ? ആര് പറഞ്ഞു? കുഞ്ഞേച്ചിയല്ലേ പറഞ്ഞത്. അവരിതും പറയും, ഇതിനപ്പുറവും പറയും. വല്യേച്ചി, വിഷ്ണുവേട്ടൻ മരിച്ച കാര്യം അറിയോ വല്യേച്ചിക്ക്? അറിയോ? വിഷ്ണു മരിച്ചെന്നോ? ആ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മളെ ആരെയും അറിയിച്ചില്ലല്ലോ അവര്. എന്തിന്? വിഷ്ണുവേട്ടന്റെ വീട്ടുകാരെ പോലും അവരെ അറിയിച്ചില്ല. അപ്പൊ പിന്നെ വലിയ ചൊടി കുഞ്ഞിനെ കാണാതായി പോയ വിവരെ അവര് പറയോ? കള്ളിയാ, കള്ളി, പേരും കള്ളി. വലിയച്ചി, വിഷ്ണുവേട്ടനെ കാണാതായതല്ല, കുഞ്ഞേച്ചി കൊന്നു എന്നാ നാട്ടുകാര് പറയുന്നേ. അതും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരാൾ ഈ കുഞ്ഞിന്റെ കാര്യത്തിലും സത്യാവസ്ഥ പറയുന്ന എന്താ ഉറപ്പ്?
ഇനി കുഞ്ഞ് ജീവനോടുണ്ടോന്ന് ആർക്കറിയാം? ശ്യാമേ, അല്ല, ഇനി എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചു കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയാലോ? കുഞ്ഞിച്ചിയുടെ മുഖം രക്ഷിക്കാനല്ലേ നോക്കൂ. ശ്യാമേ, നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ കുഞ്ഞിനെ ഞാൻ അച്ഛനെയല്ല ഏൽപ്പിച്ച്. എനിക്കിപ്പോ എന്റെ മോളെ കാണണം. എനിക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് താ. എനിക്ക് എന്റെ മോളെ താ. ഇപ്പൊ കാണണം എന്റെ കുഞ്ഞിനെ. മോളെ. എനിക്ക് കാണണം അച്ഛാ. മോളെ. എന്താ ഇവിടെ പ്രശ്നം? ഡോക്ടർ, ഞാനിപ്പോ ഇവിടുന്ന് പോവും. എനിക്ക് എന്റെ മോളെ കാണണം. എനിക്ക് എന്റെ മോളെ കാണണം. കാണണമെന്ന് പറഞ്ഞ കാണണം. എനിക്ക് പോയേ പറ്റൂ. മോളെ. ശാരികേ, എന്റെ വീട്, എന്റെ കുഞ്ഞെവിടെ? എല്ലാവരും കൂടെ എന്റെ കുഞ്ഞിനെ കൊന്നോ? മോളെ. ശാരികേ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. കുഞ്ഞിനെ കൊണ്ടുവന്ന് തരാം. വേണ്ട, എല്ലാവരും കൂടെ എന്നെ പറഞ്ഞു പറ്റിക്കുക. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എല്ലാവരും കൂടി കൊന്നു. കൊന്നു. ഈശ്വരാ, എന്തൊരു വിധി എന്റെ. ചക്കരക്കുട്ടി ലല്ലല്ലല്ലല്ലല്ലല്ലല്ല. പൊന്നുട്ടാ, പൊന്നുമണിയേ, മുത്തച്ഛന്റെ പൊന്നുമണിയേ, ചക്കടുവേ. ഇതിപ്പോ അച്ഛൻ തന്നെ ഒരു 100,000 പേര് മോളെ വിളിക്കുന്നുണ്ട്. ഏതിന് വിളി കേൾക്കണമെന്ന് അവൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇനിയിപ്പോ ഒറിജിനൽ പേരിടുമ്പോ ആ പേര് വിളിച്ച മോള് വിളി കേക്കോ? അല്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും ഒറിജിനൽ പേരിനേക്കാൾ കൂടുതൽ വിളിപ്പേരായിരിക്കും. അമ്മു, അമ്മുകുട്ടി, കല്യാണി, കാത്തു. ഇതെല്ലാം പഴയ അമ്മമാരുടെ പേരല്ലേ? എന്ന് വെച്ചേ കാർത്തിയായനിന്നൊന്നും ഞങ്ങൾ ഇടാൻ പോകുന്നില്ല. ഓ, എന്റെ പേരത്ര മോശമുള്ള പേരൊന്നുമല്ല. തക്കിടുവാവേ മുത്തച്ഛന്റെ പൊന്നുമണിയേ, തക്കിടുവേ, ചക്കര മോളെ, ഇത് അച്ചച്ചനാ. അയ്യോടാ, എല്ലാരും കൂടി സന്തോഷിച്ച് കുഞ്ഞിനെയും കളിപ്പിച്ചോണ്ടിരിക്കുവാണല്ലോ. സങ്കടപ്പെട്ടിരിക്കാൻ ഈ വീട്ടിൽ മരണമൊന്നും നടന്നിട്ടില്ലല്ലോ. ഇതിലും ഭേദം അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതായിരുന്നു. ദുർഗെ, നീ എന്തെങ്കിലും പറയാനായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ മാന്യമായ ഭാഷ പറഞ്ഞിട്ട് പോണം. അതെ, വന്ന കാര്യം മാന്യമായി പറഞ്ഞിട്ട് പോകാൻ തന്നെയാ വന്നത്.